ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് SFIO കുറ്റപത്രം. ശശിധരൻ കർത്തയും CMRലും പ്രതികൾ. എക്സാലോജിക്കിനെയും പ്രതി ചേർത്തു. CMRൽ കള്ളക്കണക്കുണ്ടാക്കി 182 കോടി രൂപ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നൽകി. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയത്. പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു കൊച്ചിയിൽ നിന്നും. ജിജീഷ്, ഒടുവിൽ പിടി വീണിരിക്കുന്നു. നമുക്ക് അറിയാവുന്നതുപോലെ ഈയിടെയാണ് വീണ വിജയനെ ചെന്നൈയിലെ ഓഫീസിൽ SFIO ചോദ്യം ചെയ്തത്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചത് വീണ വിജയൻ CPM പാർട്ടി കോൺഗ്രസ് നടക്കുന്ന മധുരയിൽ ആണ്. ജിജീഷ്, കുറ്റപത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? വിശദാംശങ്ങൾ. അന്നന്തർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു വിവരം, അതായത് നേരത്തെ എല്ലാം തന്നെ ഈ അന്വേഷണത്തിന്റെ വഴി മാറും അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ഉണ്ടാകില്ല എന്നെല്ലാം അവകാശപ്പെട്ടിരുന്ന ആളുകൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ SFIOയുടെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായ തുകയേക്കാൾ വലിയ ക്രമക്കേടുകൾ നടന്നതായി കൂടി SFIO കണ്ടെത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ്. 2,70,00,000 രൂപയാണ് വീണ വിജയൻ കൈപ്പറ്റിയതായി SFIO കണ്ടെത്തിയിരിക്കുന്നത്. അനധികൃതമായി സമാഹരിച്ചതാണ്. ഇത്തരത്തിൽ യാതൊരു സേവനവും നൽകാതെ CMRൽ നിന്ന് പണം പറ്റുകയായിരുന്നു. നേരത്തെ 72 ലക്ഷം രൂപയെല്ലാമാണ് കൈപ്പറ്റിയത് എന്ന വിവരമാണ് പ്രാഥമികമായി മനസ്സിലായിരുന്നത് എങ്കിൽ അതിലധികം തുക വീണ കൈക്കലാക്കിയിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CMRന്റെ ക്രമക്കേടുകളുടെ കൂടുതൽ വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം SFIO കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. 182 കോടി രൂപ CMRൽ കള്ളക്കണക്കുകളിലൂടെ സമാഹരിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായിരിക്കുന്നത്. കാരണം നേരത്തെ 135 കോടിയുടെ ഇടപാടുകൾ അല്ലെങ്കിൽ കള്ളക്കണക്കുകൾ ഉണ്ടാക്കി അത് മാലിന്യ സംസ്കരണത്തിലടക്കം മാലിന്യ നീക്കത്തിലടക്കം പണം വകമാറ്റിയെന്നെല്ലാമായിരുന്നു കാണിച്ചിരുന്നത്. എന്നാൽ ഈ പണമെല്ലാം തന്നെ പോയിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കൾക്ക് അവർക്കുള്ള കോഴപ്പണം മാസപ്പടി എന്ന നിലയിലാണ് എന്നാണ് വ്യക്തമായിരുന്നത്. അവിടെയാണ് വലിയ തുക, നേരത്തെ കണ്ടെത്തിയതിനേക്കാൾ അധികം തുകയാണ് CMRൽ മാറ്റിയിരിക്കുന്നത്, വകമാറ്റിയിരിക്കുന്നത്, കള്ളക്കണക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുകൂടി അന്വേഷണ സംഘത്തിന് വ്യക്തമാക്കിയിരിക്കുന്നു. എക്സാലോജിക്ക് ഒപ്പം തന്നെ എക്സാലോജിക് സൊല്യൂഷൻസ് എല്ലാം തന്നെ ഇതിൽ വീണ വിജയനും എല്ലാം ഇതിൽ പ്രതിപട്ടികയിലേക്ക് എത്തുന്നു. ശശിധരൻ കർത്തയും CMRലും ഈ ഒരു പ്രതിപട്ടികയിലുണ്ട്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് SFIO പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പരമാവധി 10 വർഷം വരെയായിരിക്കും തടവ് ശിക്ഷ ലഭിക്കുന്നത്. സാമ്പത്തിക ക്രമക്കേട്, വഞ്ചന അടക്കമുള്ള കുറ്റങ്ങൾ ഇതിൽ. ജിജീഷ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏക മകളാണ് ഇപ്പോ പ്രധാനപ്പെട്ട ഒരു കേസിൽ, പ്രമാദമായ ഒരു കേസിൽ, മാസപ്പടി കേസിൽ പ്രതിസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ജിജീഷ്, എക്സാലോജിക് എന്ന ഒരു കടലാസ് കമ്പനി രൂപീകരിച്ച് ഇതുപോലെ CMRലിൽ നിന്ന്, അതായത് ഒരു പ്രവൃത്തിയും ചെയ്യാതെ, ഒരു സേവനവും ചെയ്യാതെ 2.5 കോടിയിലധികം രൂപ കൈപ്പറ്റിയത് അല്ലേ? ഇതിനെന്തൊക്കെ വ്യാഖ്യാനങ്ങളായിരുന്നു നൽകിയത്? ഇപ്പോഴേറ്റവും ഒടുവിൽ വീണ വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ പ്രതിസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഇത് ചെറിയ കാര്യമല്ലല്ലോ ജിജീഷ്. തീർച്ചയായും വലിയ ഒരു തട്ടിപ്പിന്റെ വിവരങ്ങൾ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ നേരിട്ട് തട്ടിപ്പിന്റെ എല്ലാം തന്നെ ഭാഗമായി മാറിയിരിക്കുന്നു. നേരത്തെ അവർ വിശദീകരിച്ചത്, അവരുടെ കമ്പനി വിശദീകരിച്ചത് ഇതെല്ലാം തന്നെ നിയമാനുസൃതമായ ഇടപെടലുകളായിരുന്നു. ചില സേവനങ്ങൾ, IT സേവനങ്ങൾ നൽകി പണം കൈപ്പറ്റി എന്നതെല്ലാം തന്നെയാണ്. എന്നാൽ ഇവിടെ അന്വേഷണ സംഘം ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് യാതൊരു തരത്തിലുള്ള IT സേവനങ്ങളും കൈമാറാതെയാണ് എക്സാലോജിക് സൊല്യൂഷൻസ്, വീണ വിജയന്റെ കമ്പനി, വീണ സെക്കൻഡിയലിന്റെ കമ്പനി ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട് കാണിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഒരു നിശ്ചിത തുക എന്ന കണക്കിൽ മാസപ്പടിയായിട്ട് തന്നെയാണ് ഈ പണം കൈമാറിയിരിക്കുന്നത്. അങ്ങനെയാണ് 2,70,00,000 രൂപ വീണ വിജയന്റെ കൈവശം അല്ലെങ്കിൽ വീണ വിജയന്റെ കമ്പനിയുടെ പേരിൽ വീണ വിജയന് ലഭിച്ചിരിക്കുന്നത്. അത് കൃത്യമായി തന്നെ വീണ വിജയന്റെ കമ്പനി യാതൊരു പ്രവർത്തനവും CMRലുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സേവനം നൽകുകയും ചെയ്തിട്ടില്ല. അപ്പോൾ കൃത്യമായി തന്നെ വ്യക്തമാകുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മകളാണ് എന്നതിനെ കൃത്യമായി തന്നെ വീണ വിജയൻ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൂടെ വലിയ ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി എന്ന് തന്നെയാണ് ഇവിടെ SFIOയുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല,
ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CMR-ൽ വീണയ്ക്ക് പണം നൽകിയതിലും കൃത്യമായി തന്നെ ദുരുദ്ദേശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ CMR-നെ സംബന്ധിച്ചിടത്തോളം ധാതു ഖനനം, അനധികൃത ഖനനത്തിന് എല്ലാം തന്നെയുള്ള നീക്കങ്ങൾ നിരന്തരം നടത്തി പലപ്പോഴും സർക്കാരിന്റെ സഹായങ്ങൾ കൊണ്ട് മാത്രം മുന്നോട്ട് പോയിരുന്ന ആ കമ്പനിക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് വലിയ തോതിൽ മാസപ്പടി നൽകേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതിന് ചില മാർഗങ്ങൾ കൃത്യമായി അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. അതിന് ചില കള്ളക്കണക്കുകൾ ഉണ്ടാക്കി. അങ്ങനെയാണ് മാലിന്യ നീക്കത്തിനായി പണം ചെലവഴിച്ചു എന്നതടക്കമുള്ള കണക്കുകൾ ഉണ്ടാകുന്നത്. 182 കോടി രൂപ കള്ളക്കണക്കുകളിലൂടെ സമാഹരിച്ചതും അത് മാലിന്യം നീക്കുമെന്നെല്ലാം പറയുന്നതുമെല്ലാം ഇത്തരത്തിൽ നേതാക്കൾക്ക് നൽകിയ കമ്മീഷനുകളായിരുന്നു, അവർക്ക് നൽകിയ മാസപ്പടികളായിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാവുകയും ചെയ്യുന്നത്. ഈ കുടുംബാംഗങ്ങൾ തന്നെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിട്ടുള്ള സഹോദര സ്ഥാപനങ്ങളായിരുന്നു CMR-ൽ ഉണ്ടായിരുന്നതിൽ അധികവും. ഈ സഹോദര സ്ഥാപനങ്ങൾ കുടുംബാംഗങ്ങളെ പല കമ്പനികളുടെ ഡയറക്ടർമാരാക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു വലിയ സാമ്പത്തിക ക്രമക്കേട്, തട്ടിപ്പ്, കമ്പനികാര്യ തട്ടിപ്പ് തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് എന്ന് കൂടി വ്യക്തമാകുന്നു. മാത്രമല്ല എംപവർ ഇന്ത്യ കമ്പനി ഈ ഒരു കേസിന്റെ പ്രതിപട്ടികയിലേക്ക് എത്തുന്നുണ്ട്. ശശിധരൻ കർത്തയുടെ മരുമകനായ അനിൽ ആനന്ദപ്പള്ളിക്ക് 13 കോടി രൂപ അനർഹമായി കമ്മീഷൻ കൈപ്പറ്റി എന്നാണ് SFIO കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ 13 കോടി രൂപ കമ്മീഷൻ കൈപ്പറ്റി എന്ന് പറയുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് തന്നെ പണം വീതിച്ച് ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ ക്രമക്കേടുകളിലൂടെ പണസമാഹരണം നടത്തിയ ശേഷം കുടുംബാംഗങ്ങളിലേക്ക് തന്നെ ആ പണം CMR-ൽ എത്തിച്ചിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാവുകയും ചെയ്യുന്നത്. അങ്ങനെ വലിയ ഒരു സാമ്പത്തിക വെട്ടിപ്പിൽ തന്നെയാണ് അന്വേഷണം തുടങ്ങിയത്. കഴിഞ്ഞ ജനുവരിയിലാണ്, 2024 ജനുവരിയിലാണ് അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് കൊച്ചിയിലെ CMR-ൽ ഓഫീസിലെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. നിരവധി രേഖകൾ പിടിച്ചെടുത്തിരുന്നു. നിരവധി രേഖകളും അനുബന്ധമായി തന്നെയുള്ള വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു. ജിജീഷ്, സീരിയസ് ഫ്രോഡുകൾ അന്വേഷിക്കുന്ന ഒരു ഏജൻസി, വളരെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണ് SFIO അല്ലേ? ഇതിൽ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നത് BJP നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജാണ് ഈ വിഷയം അത് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. മാത്രമല്ല നിയമപരമായി നീങ്ങിയത് അഡ്വക്കേറ്റ് ഷോൺ ജോർജാണ്. SFIOയെ സമീപിച്ചതും SFIOയുടെ ശ്രദ്ധയിൽ ഗുരുതരമായിട്ടുള്ള ഈ സാമ്പത്തിക കുറ്റം പെടുത്തിയതും അഡ്വക്കേറ്റ് ഷോൺ ജോർജാണ്. അതുകൂടി പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു ജിജീഷ് അല്ലേ? തീർച്ചയായും അവിടെ ഷോൺ ജോർജ് നടത്തിയ ഒരു നിയമ പോരാട്ടങ്ങൾ അത് തുടക്കം മുതൽ തന്നെ ഏറ്റവും പ്രശസ്തമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകളെല്ലാം തന്നെ സസൂക്ഷ്മം അദ്ദേഹം ശേഖരിച്ചു. മാത്രമല്ല എങ്ങനെയാണ് ഈ തട്ടിപ്പിന്റെ ഭാഗമായി CMR-ൽ മാറി എന്നത് തെളിയിക്കുന്ന നിരവധി വിവരങ്ങൾ അദ്ദേഹം CMR-ൽ കൈമാറി. ഈ ഒരു നീണ്ട നിയമ പോരാട്ടങ്ങളിലൂടെ തന്നെയാണ് അതെല്ലാം നടത്തിയെടുത്തത്. മാത്രമല്ല ഈ ഖനനവുമായി ബന്ധപ്പെട്ട് എല്ലാം തന്നെ കൃത്യമായി കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള തുടക്കം മുതലുള്ള ക്രമക്കേടുകൾ വെളിപ്പെടുത്തുന്ന, അവിടെ എങ്ങനെയാണ് സർക്കാരുകൾ ഇവിടെ കർത്തയെ സഹായിച്ചിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമാക്കുന്ന വിവരങ്ങൾ തന്നെ അദ്ദേഹം ശേഖരിച്ചിരുന്നു. ആ തെളിവുകൾ അദ്ദേഹം CMR-ൽ കൈമാറിയിട്ടുണ്ട്. മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം അതുമായി ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നീണ്ട ഒരു നിയമ പോരാട്ടം ഷോൺ ജോർജ് BJP നേതാവ് നടത്തിയതിന്റെ കൂടി ഒരു അനന്തര ഫലമാണ് യഥാർത്ഥ വസ്തുതകൾ, സത്യങ്ങൾ പുറത്തു വരുന്നതും രക്ഷപ്പെടുമായിരുന്ന പ്രതികൾ അല്ലെങ്കിൽ വലിയ ക്രമക്കേട് നടത്തി വൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി നിയമത്തിന്റെ പിടിയിൽ നിന്ന്, നിയമത്തിന്റെ കുരുക്കിൽ നിന്ന് കടക്കാതെ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചിരുന്ന പ്രതികൾ അവരെല്ലാവരും തന്നെ വീണ അടക്കമുള്ള ആളുകൾ, മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള ആളുകൾ അങ്ങനെ പ്രതിപട്ടികയിലേക്ക് എത്തുന്നു. ഒന്നടങ്കം തന്നെ ഈ തട്ടിപ്പിന്റെ ഭാഗമായ മുഴുവൻ ആളുകളും പ്രതിപട്ടികയുടെ ഭാഗമായി മാറുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അത് CMR-ലാണെങ്കിലും എക്കോളജിക് സൊല്യൂഷൻസ് ആണെങ്കിലും വീണയാണെങ്കിലും എല്ലാം തന്നെ ഈ ഒരു എംപവർ ഇന്ത്യ ആണെങ്കിലും എല്ലാം ഈ പ്രതിപട്ടികയുടെ ലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എതിരായ തെളിവുകൾ സമാഹരിക്കാനും ആ തെളിവുകൾ അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകാനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്, SFIOയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് SFIO ചോദ്യം ചെയ്യുന്നത്, വീണയെ ചോദ്യം ചെയ്യുന്നത്, മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് വിധേയരാക്കി പ്രധാനപ്പെട്ട വിവരങ്ങൾ അതിനു മുമ്പ് തന്നെ തെളിവുകളും രേഖകളും എല്ലാം പിടിച്ചെടുത്ത് ഹാജരാക്കി പണമിടപാടിന്റെ വിവരങ്ങളെല്ലാം ശേഖരിച്ച ശേഷമായിരുന്നു വീണയെ മണിക്കൂറുകൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ഒപ്പം തന്നെയാണ് ശശിധരൻ കർത്തയിൽ നിന്നടക്കം. ജിജീഷ്, ഒരു നിമിഷം മുൻ കേന്ദ്രമന്ത്രിയും BJP സംസ്ഥാന നേതാവുമായ V. മുരളീധരൻ ചേരുന്നു. ശ്രീ മുരളീധരൻ, മാസപ്പടി കേസിൽ ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ SFIO പ്രതി ചേർത്തിരിക്കുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു?
അല്ല, ഇത് തീർച്ചയായിട്ടും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. സംസ്ഥാന മുഖ്യമന്ത്രി അഴിമതിക്കാരനാണ് എന്ന് വ്യക്തമാകുന്ന ഒരു കുറ്റപത്രമാണ് ഇതിലൂടെ വരുന്നത്. കുറ്റപത്രത്തിന്റെ അടിസ്ഥാനം ഒരു സേവനവും കൈപ്പറ്റാതെ 2.70 കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റിയിരിക്കുന്നു. ആ സേവനത്തിന് പകരം പ്രത്യുപകാരമായിട്ട് സംസ്ഥാന ഭരണത്തെ ദുരുപയോഗം ചെയ്യാതെ ഇത്തരത്തിൽ 2.7 കോടി രൂപ കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇനി അധികാരത്തിൽ തുടരുന്നതിന് ഒരു അടിസ്ഥാനമില്ല. മുഖ്യമന്ത്രി ധാർമ്മികത ഏതെങ്കിലും തരത്തിൽ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ രാജിവെക്കണം. ഇതിനു മുൻപുള്ള കേരളത്തിലെ നിരവധി മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ രാജിവെക്കണം എന്നുള്ള നിലപാടെടുത്തിട്ടുള്ള ആളുകളാണ് CPM-കാരും. അത് EP ജയരാജൻ തൊട്ട് ഏറ്റവും ഒടുവിൽ അവിടുന്ന് തുടങ്ങി കഴിഞ്ഞാൽ അങ്ങേയറ്റം വരെ പോയി കഴിഞ്ഞാൽ നിരവധി ആളുകൾ. അപ്പൊ അതുകൊണ്ട് പിണറായി വിജയൻ അഴിമതിക്കാരനാണ് എന്നുള്ള കാര്യത്തിൽ ആണ് ഇപ്പോ കോടതിയുടെ അല്ലെങ്കിൽ ഈ SFIയുടെ കുറ്റപത്രത്തിലൂടെ വ്യക്തമാകുന്നത്. വീണ പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണല്ലോ അല്ലേ ഇത്രയും കോടികൾ വീണയിലേക്ക് എത്തിയത്, വീണയുടെ കമ്പനിയിലേക്ക് എത്തിയത്? സാധാരണ വ്യക്തിക്കല്ല കൊടുത്തിരിക്കുന്നത്. അതെ, വീണ വിജയൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള നിലയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിനെ ഉൾപ്പെടെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതോടൊപ്പം എനിക്ക് ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി ഈ അടുത്ത ദിവസം ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയത് ഇത് ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാർ ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിച്ചതിന് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയുകൂടി വേണം. കാരണം ഓരോ സന്ദർഭത്തിലും CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ഒത്തുകളി രാഷ്ട്രീയം, ഇന്ത്യ സഖ്യം, ആ ഇന്ത്യ സഖ്യത്തിന്റെ ഉള്ളുകള്ളികൾ പുറത്തറിയാതിരിക്കാൻ BJP-ക്കെതിരായിട്ട് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാലം കോൺഗ്രസ് ശ്രമിച്ചിരുന്നത്. ഓരോ സന്ദർഭത്തിലും അത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും ഇല്ലാതായി. മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ച മാത്യു കുഴൽനാടൻ, ആ മാത്യു കുഴൽനാടനെതിരായിട്ടുള്ള ഭൂമി കയ്യേറിയ കേസ് അല്ലെങ്കിൽ ഭൂമി തട്ടിപ്പ് കേസ്, ആ കേസിന്റെ കാര്യത്തിൽ ഇതുവരെ അന്വേഷണം എവിടെയും മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള ധാരണ ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ്. ആ ധാരണ മറച്ചുപിടിക്കാൻ വേണ്ടി BJP-ക്കെതിരായിട്ട് ഈ തരത്തിലുള്ള ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഈ പതിവ് അവസാനിപ്പിക്കണം. നേരത്തെ ഉന്നയിച്ച ആരോപണത്തിന്റെ പേരിൽ ധനകാര്യമന്ത്രിയോടും കേരളത്തിലെ ജനങ്ങളോടും മാപ്പപേക്ഷിക്കണം. യെസ്, വളരെയധികം നന്ദി ശ്രീ V മുരളീധരൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. V മുരളീധരൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ ദിവസം വലിയ ആരോപണം ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഡൽഹിയിൽ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കൂടിക്കണ്ടിരുന്നു. ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. അതിന് വേറൊരു വ്യാഖ്യാനമാണ് നൽകിയത്. മാസപ്പടി കേസ് ഒത്തുതീർപ്പാക്കാനായിരുന്നു ആ കൂടിക്കാഴ്ച എന്നാണ് പറഞ്ഞത്. പക്ഷേ അതും ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ആ ആരോപണവും പൊളിഞ്ഞിരിക്കുന്നു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ SFIO പ്രതി ചേർത്ത കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ശശിധരൻ കർത്തയും CMRL-ലുമാണ് പ്രതികൾ. എക്സാലോജിക്കിനെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. CMRL കള്ളക്കണക്കുണ്ടാക്കി 182 കോടി രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകി 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയത്. പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകി.